പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ലോർഡ്. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ചയും പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെത്സൈദ പ്രെയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കോണം ദൈവമായി കർത്താവ് അടിയൻ ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന ബ്രദർ സിബി തോമസ് അവർക്കും മറ്റ് അഡ്മിന്മാർക്കും ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠ ദാസന്മാർ, സഹോദരിമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അനേകർ വെന്റിലേറ്ററിലും ICUലും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നു. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പല പ്രിയപ്പെട്ടവർ, ക്വാറന്റൈനിലായിരിക്കുന്നവർ ധാരാളം പേർ. എൻ്റെ റിസൾട്ട് എന്താകും, എനിക്ക് എന്താണ് വരാൻ പോകുന്നത്, എന്താണ് എനിക്ക് ഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും കലങ്ങി മറിയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൽ നിരാശയും ദുഃഖവും മരണഭീതിയും മാത്രമായി മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള സ്നേഹിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന്റെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡിനാൽ ബാധിക്കപ്പെട്ടവർ ധാരാളം പേർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, അതുപോലെ തന്നെ ഭാര്യമാരെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ, ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടവരായി നിരാശകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങളും ഞാനുമായിരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെയും നിലനിർത്തിയിരിക്കുന്നത് ആ ദൈവത്തിന്റെ പെരിയ ദയവ്, കർത്താവിന്റെ കൃപ, ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് നമ്മളോട് കരുതൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ, കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ചേർന്ന് നമുക്കൊരു ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് അടുത്ത് വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും നാം സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് അതിനു മുമ്പായി തന്നെ നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടുകൂടി വചന ധ്യാനത്തിലേക്ക് കിടക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടുകൂടി ഈ ഗാനം നമുക്ക് ഏറ്റെടുക്കാം. ഈ പഴയ ഗാനത്തിൽ ഈ ഗാനം പാടുമ്പോൾ തന്നെ നിങ്ങളും എന്നോട് ചേർന്ന് നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് പാടാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകവെയിൽ ഏറ്റതാ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി, കേദാർ കൂടാരങ്ങളെ, സോളമൻ തിരശിലകളെ,
വെല്ലുന്നതാം ശോഭയുള്ളവൾ. ലോകവയിൽ ഏറ്റതാം വാടിത്തളർന്നിടിലും തൻ്റെ കാന്തയെത്ര സുന്ദരി. കേദാര കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേഘ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനിനിർപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ, സൂര്യചന്ദ്ര ശോഭ പോൽ, മോഹിനിയാം കാന്തയെ ചേർപ്പാ. ശാരോനിലെ പനിനിർപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ, സൂര്യചന്ദ്ര ശോഭ പോൽ, മോഹിനിയാം കാന്തയെ ചേർപ്പാ. എന്നും മേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാൻ ആർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാൻ ആർത്തിയാൽ കാത്തിടുന്ന കാന്തയ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ സമശിഷ്ടങ്ങൾക്കായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ശേഷമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തനം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കേണ്ടതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ വൈകിയ വേളയിൽ അപ്പ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല നാഥ, ഹല്ലേലൂയ, കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ടവരായി ധാരാളം പേർ വെന്റിലേറ്ററിലും മറ്റുമായി ഐസിയുലായി, കർത്താവെ, ഹോസ്പിറ്റലുകളായി, ഭവനങ്ങളിലായി വിശ്രമിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ളവർക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയും കൃപയും ഹല്ലേലൂയ അവരുടെ മേൽ കർത്താവേ അങ്ങ് ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറത്ത പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇപ്പോൾ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്നോർത്തു പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ,
മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നപ്പ. സ്തുതിക്ക് യോഗ്യനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നപ്പ. നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടുകൂടെ ആരെങ്കിലും ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവേ ഈ വചനത്തെ കേൾക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ അടിയനെ കഴുകി മുത്തിരിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരൻ കർത്താവ് ഒരുക്കിക്കാട്ടെ. ജനഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ സത്യവചനം കടന്നു ചെല്ലുമ്പോൾ വലിയൊരു രൂപാന്തരം ഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിന്റെ ആ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ അടിയങ്ങൾക്കായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. 1 പത്രോസ് 5:8 വാക്യം നമുക്കിവിടെ വായിക്കാം. 1 പത്രോസ് 5:8 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടോ എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമ്മതരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവമക്കളെ, ഇവിടെ നാം ഈ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉറക്കത്തെ കുറിച്ച് കാണുന്നു. ഉറക്കം 2 തരത്തിലുണ്ട്. ആത്മീക ഉറക്കമുണ്ട്, ഭൗതിക ഉറക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ പ്രതിപാദിക്കുന്നത് ആത്മീക ഉറക്കത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എപ്പോഴും ഏത് നിമിഷവും ഉണർന്നിരിക്കണം എന്നതാണ് വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഉറങ്ങുവാൻ അവകാശമില്ല പ്രിയപ്പെട്ടവരെ, ഉറങ്ങുവാൻ പാടില്ല. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുന്നു. ഈ വരവിനായി, കർത്താവിന്റെ വരവിനായി, കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി, ആ കേൾക്കുന്ന സുദിനങ്ങൾ, അതേ പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസത്തോടു കൂടി നാം യേശുവിന്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും നിങ്ങളുടെ ആവശ്യങ്ങളിൽ, ആവശ്യഭാരങ്ങളെ കർത്താവ് അറിയുന്ന ദൈവമാണ്. നിങ്ങൾക്ക് മറുപടി തരുവാൻ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. അനേക ദൈവങ്ങളെ തേടി പോകേണ്ട ആവശ്യം ഇല്ല. പിന്നെയോ നാം നമ്മുടെ ആവശ്യഭാരങ്ങളെ നമ്മുടെ ഹൃദയ നുറുക്കത്തോടുകൂടെ തന്നെ, കരച്ചിലോട്, ഉപവാസത്തോടെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് അടുത്ത് വരുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്തോത്രത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിടുതൽ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നസ്രനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. ഏത് പ്രതികൂലാവസ്ഥയിലും യേശുവിനെ തന്നെ മുറുകെ പിടിക്കുക. ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ അവൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ദേശത്ത് അനർത്ഥം ഉണ്ടാകാതിരിപ്പാൻ ഹല്ലേലൂയ ദൈവം കാവൽക്കാരെ അന്വേഷിക്കുന്നു എന്ന് ഹല്ലേലൂയ യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നു. യെഹെസ്കേൽ 22:30 വാക്യം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിനായി ഒരു പുരുഷാരത്തെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലെ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ മതിൽ കെട്ടി, പ്രൈസ് ദി ലോർഡ്, എന്റെ മുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിനായി
ഒരു കൂട്ടം ജനത്തെ ഞാൻ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തിന്റെ മതിലാണ് കെട്ടിയെന്നറിയാമോ? പ്രാർത്ഥന എന്ന മതിൽ. പ്രാർത്ഥന എന്ന മതിൽ കെട്ടുമ്പോൾ നിശ്ചയമായും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം അപേക്ഷിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അതിന് മറുപടി ഉണ്ട് എന്നത് വിശ്വസിച്ചു കൊള്ളുക. ദൈവമക്കളെ, എത്ര പേർക്ക് ഇന്ന് നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് കണ്ണുനീരോടുകൂടെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? നമ്മുടെ കുടുംബത്തിനായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി, നമ്മളെ ചുറ്റിയുള്ള നമ്മുടെ സമൂഹത്തിനായി നിലവിളിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ നിങ്ങൾ ഉറക്കത്തിലാണോ? അതോ നിങ്ങൾ മയക്കത്തിലാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഒന്ന് ഉണരണ്ടേ. നാം ഉണർന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരണ്ടേ. പ്രൈസ് ദി ലോർഡ്. നാം എന്തിനു വേണ്ടിയാണ് ഉണരേണ്ടത്? ഹല്ലേലൂയ. നാം ഉണർന്നും തീഷ്ണതയുള്ളവർ ആകണമെന്നും വചനം നമ്മൾ വ്യക്തമായും പഠിപ്പിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് ചില കാര്യങ്ങളെ ആഴമായി കർത്താവിന്റെ വചനത്തിലൂടെ തന്നെ നാം ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ഏതെല്ലാം വിഷയത്തിലാണ് നാം ഉണർന്നിരിക്കേണ്ടുന്നത് എന്നതിനെ കുറിച്ചാണ് നാം ഇന്നേക്ക് ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നാമതായിട്ട് യേശു വരാറായി, അതിനായി നാം ഉണരണം. പ്രൈസ് ദി ലോർഡ്. യേശു വരാറായി. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ മടങ്ങി വരവ് സമീപമായി നിൽക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഉണർന്നിരിക്കണം. യേശു കർത്താവിന്റെ മടങ്ങി വരവ് അഥവാ സെക്കൻഡ് കമ്മിങ്സ് ശീഘ്രമായി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വരവിനെ ഓർത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ആകയാൽ മത്തായിയുടെ സുവിശേഷം 24:42 വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കർത്താവിന്റെ വരവ് നാഴിക, ആ നിമിഷങ്ങൾ എപ്പോഴാണെന്ന് അറിയായിക കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ മുന്നാടിയെ അല്ലെങ്കിൽ നമുക്ക് മുൻപായിട്ട് നമ്മളെ അറിയിച്ചാൽ എന്താ ചെയ്യുന്നത്? അതുവരെയും പാപം ചെയ്യും. ഇതാണ് ഇത്രമാത്രം കൊറോണ വന്ന് വ്യാപിച്ച് ദേശം ഒന്നടങ്കമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദേശത്തിന്റെ ഏറിയ പങ്ക് ജനങ്ങളും മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നവരെ കുറ്റം പറയുന്ന ഒരു കൂട്ടം ജനത്തെയാ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. ഓ, അവരുടെ പ്രാർത്ഥന കണ്ടില്ലേ? അവരുടെ അന്യഭാഷ കണ്ടില്ലേ? അവരുടെ പ്രവചനം കേട്ടില്ലേ? ഇതൊക്കെ ശരിയാണോ? ഇതിനൊക്കെ എന്തെല്ലാം കാര്യങ്ങളാ നമുക്ക് എതിരായിട്ട് ജനങ്ങൾ കണ്ടുപിടിക്കുന്ന അറിയാമോ? ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. ദേശം നശിക്കാതിരിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, ദേശം നശിക്കാതിരിപ്പാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ കർത്താവ് അന്വേഷിക്കുകയാണ്. കണ്ടില്ലതാനും. ഗ്ലോറി ടു ഗോഡ്. യെഹെസ്കേൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായി പറയുക. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുമ്പോൾ കർത്താവിന്റെ കാഹളത്തിങ്കൽ കൈവിടപ്പെട്ടു പോകാതെ വേണം നിങ്ങളും ഞാനും ജാഗ്രതയായി, നിങ്ങളും ഞാനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായും യേശു കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. കർത്താവിന്റെ രണ്ടാം വരവാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ കൊറോണ വരട്ടെ, എന്തെല്ലാം വരട്ടെ, പ്രിയപ്പെട്ടവരെ, മരിച്ചാൽ നീ ക്രിസ്തുവിനോട് കൂടെ അല്ലേ? പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കണം. അതെ, മരിക്കുന്നുവെങ്കിൽ ലാഭമത്രേ. എന്താ ലാഭം എന്ന് പറഞ്ഞതറിയാമോ? മരിക്കുന്ന ഒരുവൻ യേശു കർത്താവിന്റെ അരികിലാ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ആകയാൽ എത്ര കൊറോണ വന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്. ധൈര്യത്തോടുകൂടെ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് ആ രാജാവായി വരാൻ പോകുന്നു. ആ രാജാവിനെ വരവേൽക്കുവാൻ തക്കവണ്ണം നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഉണർന്നിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ അരുമനാഥന്റെ മടങ്ങി വരവാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, സഹോദര സഹോദരി, കർത്താവിന്റെ വരവിനായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ നീ ഇന്നേക്ക് ഉറക്കത്തിലാണോ? നീ മയക്കത്തിലാണോ? ഹല്ലേലൂയ. എങ്കിൽ നീ ഒന്ന് ഉണർന്നാട്ടെ, ഉണർന്നിരുന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, അനേകരും ഈ ലോകത്തിന്റെ നന്മകളുടെ പുറകിലാ ഇന്നേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, എത്ര തന്നെ സമ്പാദിച്ചാലും
എത്ര തന്നെ നീ കൂട്ടിവെച്ചാലും ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായി നീ മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആകയാൽ അരുമനാഥന്റെ വരവിനായി നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും വരും. ആ വരവിനായി നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കൊരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തോടെ ജീവിച്ചാൽ ഹല്ലേലൂയ അരുമനാഥനോട് കൂടി ആയിരിക്കാൻ നമുക്ക് സാധിക്കും. ഗ്ലോറി ടു ഗോഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 പത്മോസ് ദ്വീപിൽ യോഹന്നാൻ എഴുതിയത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകാതെ വണ്ണം പ്രിയപ്പെട്ടവരെ, നാം കേട്ട വചനം അധികം ശ്രദ്ധയോടുകൂടി കരുതിക്കൊള്ളുവാൻ ഹല്ലേലൂയ ഈ നാളുകളായി നാം അതേ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നേറണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സഹോദരങ്ങളെ, യേശുവിന്റെ വരവടുത്തു. ഹല്ലേലൂയ. എന്നറിഞ്ഞിട്ടും ഉറക്കത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറങ്ങിയാൽ നിനക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഉറങ്ങിയാൽ നിന്റെ ജീവിതം പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. നീ സാത്താനാൽ നീ വഞ്ചിക്കപ്പെടും സഹോദരാ. നീ ഉറങ്ങിപ്പോയാൽ സാത്താനാൽ നീ വഞ്ചിക്കപ്പെടും. നിനക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം നിനക്ക് നഷ്ടമായി തീരും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, അപമാനങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനെ വിട്ട് ഓടിപ്പോകരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? യേശു കർത്താവിനെ മുറുകെ പിടിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം രണ്ടാമതായിട്ട് ചെയ്യേണ്ടുന്നത് പ്രതിഫലം വാങ്ങുവാനായിട്ട് നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം വാങ്ങുവാനായിട്ട് നാം ഉണർന്നിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12:37 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12:37 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: യജമാനൻ വരുന്നേരം ഉണർന്നിരിപ്പീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരക്കെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. യജമാനൻ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ഉണർന്നിരിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടും കർത്താവ് വരുന്ന നേരത്ത് ഉറങ്ങിപ്പോയാലുള്ള അവസ്ഥ എന്താണ്? നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപവസിക്കുകയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്, എല്ലാ ദിവസവും അധികാലം എഴുന്നേറ്റ് പാട്ട് പാടുന്നു, എല്ലാം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ വരവ് സമീപമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന അല്ലെങ്കിൽ മണവാളൻ വരുന്ന സമയം നമ്മൾ ഉറങ്ങിപ്പോയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആകയാൽ നാം വളരെയധികം ജാഗ്രതയോടുകൂടെ ഉണർന്നിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 12:35-36 നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഏത് സമയത്തും യജമാനൻ വാതിൽ മുട്ടാൻ പ്രിയപ്പെട്ടവരെ. ആയതിനാൽ ഉണർന്നിരിക്കുക എന്നാണ് അവിടെ നമുക്കിവിടെ പ്രബോധിപ്പിക്കുന്നത്. ആ സമയത്ത് വിളക്കെടുത്ത് എണ്ണയ്ക്ക് വേണ്ടി അവിടെ ഇവിടെ പോകരുത്. ഹല്ലേലൂയ. ആകയാൽ നാം ആയിരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വെക്കണം. മണവാളൻ വന്നതിന് ശേഷം എണ്ണയ്ക്ക് വേണ്ടി പോകരുത്. എങ്ങ് ലഭിക്കുകയില്ല, മണവാളൻ നമ്മളെ കൈവിട്ട് പോകും എന്നത് മറന്നു പോകരുത്. ദൈവ പൈതലേ, എണ്ണയില്ലാതെ നാം ഉറങ്ങിപ്പോയാൽ ഒരിക്കലും അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. യജമാനൻ വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുവാൻ വേണ്ടി നാം ഉണർന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഉറങ്ങുവാനുള്ള അവകാശം ഇല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഉറങ്ങിപ്പോയാൽ കർത്താവ് വന്നുവിടും, അല്ലെങ്കിൽ നമ്മുടെ മണവാളൻ വരും. അപ്പോൾ തന്നെ നാം വാതിൽ തുറക്കുവാൻ ലേറ്റ് ആകും. പ്രിയപ്പെട്ടവരെ, മണവാളൻ വന്നു പോകും. നാം എന്താണ് ചെയ്യുന്നത്? നാം പിന്നെയും ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ലൂക്കോസ് 21:36 ഇങ്ങനെ കാണുന്നു: ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചും ഉണർന്നുകൊണ്ടിരിപ്പീൻ. നോക്കണം ദൈവമക്കളെ, ഈ സംഭവിക്കാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രാപ്തരാകേണ്ടതിന്
ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സദാകാലവും പ്രാർത്ഥിച്ചും ഉണർന്നുകൊണ്ടിരിപ്പേൻ. എന്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടായി ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. എത്ര പേർ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു? എത്ര പേർ പാട്ട് പാടുന്നു? എത്ര പേർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? നമ്മുടെ ദേശത്തിനായി നിങ്ങൾക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ മുമ്പൊക്കെയും ഉണ്ടായിരുന്ന കാലങ്ങളിൽ അവരെങ്ങനെയായിരുന്നു അറിയാമോ? പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമങ്ങളിൽ സമയഭേദം കൂടാതെ അനേക പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മാതാപിതാക്കന്മാർ, അവരുടെ മാതാപിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളും ഞാനും ജീവനോടെ നിൽക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ എന്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്റെ പിതാവ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാവും ഹല്ലേലൂയ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പല സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന ഞങ്ങൾ പാട്ട് പാടും. ഞങ്ങൾ 3-4 പാട്ടുകൾ പാടുന്നത് ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ദേശം മുഴുവൻ നടുങ്ങും. ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഉണരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രാത്രി സമയഭേദമില്ലാതെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഇന്നും കർത്താവിന്റെ കൃപയാൽ അത് തന്നെ തുടരുന്നു എന്ന സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കണ്ണുനീരോടുകൂടി നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? ഇതുവരെയും അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയരെ, നിങ്ങളോടായി ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പാപമോ, നാം ചെയ്തു പോയ പാപമോ, നാം അറിയാതെ നമ്മുടെ വാക്കില്, നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങളെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? ഇന്ന് ഈ വൈകിയവേളയിൽ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. ദേശം വിടുവിക്കപ്പെടട്ടെ ദൈവമക്കളെ. ദേശത്തിന് സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ ഭൂമിയെ കർത്താവ് ശാന്തമാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഒരുമിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മത്തായി 6:33 പറയുന്നു, മുമ്പേ ദേവനുടെ രാജ്യത്തെയും നീതിയും തേടുങ്ങൾ. ഹല്ലേലൂയ. ആണ്ടവരാകി യേശു ക്രിസ്തുവിനുടെ നാമം മഹിമപ്പെടട്ടും. കർത്തരുടെ പിള്ളങ്ങളെ, ഹല്ലേലൂയ. മത്തായിயின் സുവിശേഷം 6:33 இப்படியாக சொல்லப்படுகிறது. முன்பே தேவனுடைய ராஜ்யத்தையும் நீதியையும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തെയും നീതിയെയും കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നവരായി തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ പ്രശ്നം എന്താണ് എന്നത് കർത്താവ് അറിഞ്ഞു തന്നെ നമ്മളോട് ഇടപെടും. കർത്താവ് നമുക്ക് സഹായിക്കും. ഹല്ലേലൂയ. ആകയാൽ എഫേസ്യ ലേഖനം 5:14 വായിക്കുമ്പോൾ, ഉണർന്നവനെ, ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ, ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക എന്ന്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്നവർ ദൈവമക്കളെ, ഉണർന്നവനെ, ഉറങ്ങുന്നവനെ, ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നിരിക്കുക എന്ന് വചനം പറയുന്നു. ആകയാൽ നാം എല്ലാവരും ഉറങ്ങുന്നവരായിട്ടല്ല, പിന്നെയോ ഉണർന്നിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉണർന്നിരിക്കണം. ഏത് നിമിഷവും നാം ഉറങ്ങുന്നവരായിട്ടല്ല പ്രിയപ്പെട്ടവരെ, ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. കർത്താവിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. ഉറങ്ങുന്നവരെ ഉണർത്തണം. നാം ഓരോരുത്തരും നാം കടന്നു ചെന്ന സുവിശേഷമായി മറ്റുള്ളവരിലേക്ക് യേശുവിന്റെ സുവിശേഷം കടന്നു ചെല്ലുവാൻ നാം ഒരു കാരണമായി തീരണം. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നാം സുബോധമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. നാം സുബോധമുള്ളവരായി തീരണം പ്രിയപ്പെട്ടവരെ. കർത്താവിനായി നാം പ്രകാശിക്കുന്നവരായി തീരണം. നാം ഉറച്ച തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ, ഹല്ലേലൂയ, നാം ഒരുക്കമുള്ളവരായി തീരണം. കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്നവരായി തീരണം എന്നതാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട്, പരീക്ഷകളെ ജയിപ്പാൻ നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷകളെ ജയിക്കുവാൻ നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26:41 വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിലേക്ക് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് അവരെ ഉണർത്തി. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞ് രണ്ടാമത് കർത്താവ് മടങ്ങി വരുമ്പോൾ അപ്പോഴും
ഉറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് കർത്താവ് അവരോട് പറയുക, നിങ്ങൾ ഇനിയും ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേ. ജീവിക്കുന്ന ദൈവമക്കളെ, കർത്താവ് പറയുക, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവേൻ, മനുഷ്യപുത്രന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങിയാൽ ജീവിതത്തിൽ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉറങ്ങിപ്പോയാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പരാജയം മാത്രമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ദൈവമക്കളെ, സാത്താൻ പലതരത്തിൽ പല തന്ത്രങ്ങളാണ് ഈ നാളുകളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഉണർന്നിരുന്നാൽ ഹല്ലേലൂയ നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നാം ഉറങ്ങിയാൽ സാത്താൻ തന്റെ തന്ത്രങ്ങളെ പ്രയോഗിക്കും. നമ്മളെ ഓരോരുത്തരെയായി അവന്റെ വഴിയിലേക്ക് അവൻ അകപ്പെടുത്തുവാൻ ഏതെങ്കിലും വഴിയിൽ ഏതെങ്കിലും തന്ത്രമുണ്ടോ എന്ന് അവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് ചുറ്റിത്തിരികയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്കറിയാം, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, സഭകളിൽ, സമൂഹങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് എന്ന് വേണ്ട ചിന്തിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അവന്റെ ഒരു ഹോബിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തെറ്റിക്കുക എന്നത് മാത്രമാ പിശാചിന്റെ തന്ത്രം. ആകയാൽ എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല നിങ്ങളും ഞാനും. ആകയാൽ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാനുള്ള ആ സ്വർഗീയ കൃപ ദൈവം നമുക്ക് തരേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും ഹല്ലേലൂയ ദൈവമക്കളെ, ആരെങ്കിലും ദൈവ വഴി വിട്ട് നിങ്ങൾ പോകുന്നു എങ്കിൽ ഇന്ന് തന്നെ, ഈ സമയം തന്നെ, ഈ ദൈവത്തിന്റെ ജീവനുള്ള വാർത്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവ പൈതലേ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത ഒരു സമർപ്പണം ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പറഞ്ഞുകൂടെ? കർത്താവേ, അങ്ങനോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങള് പിതാവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? സ്വർഗീയ പിതാവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവൻ സർവശക്തനാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതുപോലെ തന്നെ നാം മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നാം ഹല്ലേലൂയ ദൈവ വഴി വിട്ടുപോയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളിൽ നിന്നൊക്കെ സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങൾക്ക് പോലും വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം ഇല്ലാതെ ആയിരിക്കുന്നു. ചിന്തിച്ചു കൊള്ളുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനേറെ പറയണം, അമ്മയെ നമ്മളെ പെറ്റു വളർത്തിയ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും കൂടുതലായി ഒരു വാക്ക് സംസാരിച്ചു പോയെങ്കിൽ തീർന്നു. അവരുടെ സുവിശേഷം, അവരുടെ ആത്മീക രംഗങ്ങളും അവിടെ കൊണ്ട് അവസാനിക്കും. അവിടെയും സ്നേഹമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, സങ്കീർത്തനം 39 ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് ഞാൻ കടിഞ്ഞാണിട്ട് മുറുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ നാളുകളായിട്ട് നാം നമ്മുടെ വായെ കടിഞ്ഞാണിട്ട് മുറുക്കണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഇല്ല എങ്കിൽ പിശാചാണവൻ അവന്റെ തന്ത്രങ്ങളെ പ്രയോഗിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ശരി, നാം കടന്നു പോകുന്ന വഴികളിലോ, നാം ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ ഹല്ലേലൂയ നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കത്തിയൊന്നും വേണ്ട, നമ്മുടെ നാവൊന്ന് വളച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എരിഹോവിന്റെ മതിലുകളൊക്കെ ഇടിഞ്ഞു വീഴും. അത്ര വലിയ പ്രശ്നങ്ങളാ ഉണ്ടാകുന്നത്. അത് മറന്നു പോകരുത് ദൈവമക്കളെ. നാം ഓരോരുത്തരും കർത്താവിന്റെ കുഞ്ഞുങ്ങളാണ്, അപ്പന്റെ മക്കളാണ്. അപ്പന്റെ സ്വഭാവത്തെ നാം ധരിച്ചവരായി തീരണം. താഴ്മ എന്ന സ്വഭാവത്തെ നാം ധരിച്ചവരായി തീരണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നാം ഓരോരുത്തരും ദൈവ മക്കളാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി നാം ഈ നാളുകളായി കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഉണർന്നിരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോയി ഒരു സോറി പറയുന്നതിന് ഒരർത്ഥവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാ. ഹല്ലേലൂയ. പറയുന്നതിന് മുമ്പായി ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അതെ സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ നാം ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, യേശു വരുന്നു എന്ന പ്രത്യാശ
നമുക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. ആകയാൽ നമുക്ക് ഉറങ്ങുവാൻ സമയം ഇല്ല. ആത്മീയ ഉറക്കം എവിടേക്കാ ചെന്നെത്തിക്കുന്ന അറിയാമോ? അത് പാപത്തിലേക്കാണ്, പാപത്തിന്റെ അന്ധകാരത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നതെന്ന് മറന്നു പോകരുത് ദൈവ പൈതലേ. ആകയാൽ നാം ഓരോരുത്തരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. കർത്താവിന്റെ വരവിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഉണർന്ന് ജാഗ്രതയോടുകൂടെ, വിശുദ്ധിയോട്, വേർപാടോടുകൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം ഏതാണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ദൈവമക്കളെ. ആകയാൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിലേക്ക് അല്പമായി ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് അവസാനിപ്പിച്ചുകൊള്ളാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഈ കോവിഡിന്റെ മഹാമാരിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഈ കോവിഡ് എന്ന പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ജീവിക്കുന്നവരായിരിക്കുന്ന ദൈവമക്കളെ, നാം ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിന്റെ സുവിശേഷമാ നാം ചെയ്യുന്നത്? ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. എനിക്കറിയാം, ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു ജഡ ശരീരത്തെ JCB കൊണ്ടുവന്ന് ആ ശരീരത്തെ ഇളക്കിക്കൊണ്ട് പോകുന്നു, അത് എടുത്തുകൊണ്ട് പോകുന്നു. കുറെ ദൂരം കൊണ്ടുപോയിട്ട് ആ ശരീരത്തെ എടുത്ത് എറിയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ജീവിക്കുന്ന ദൈവമക്കളെ, ഇന്നേക്ക് ഭർത്താവിന്റെ ശരീരം കാണുവാൻ ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യയുടെ ശരീരത്തെ കാണുവാൻ ഭർത്താവിന് താല്പര്യമില്ല, കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ല. ഇന്നേക്ക് മരണം, ഹല്ലേലൂയ, മരണം അനേകരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, മരണം അനേകരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്ന ഒരു ലോകത്തിലൂടെയാ നിങ്ങളും ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കരുതേ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. യെഹെസ്കേൽ പ്രവചനത്തിൽ നാം എന്താണ് വായിച്ചത്? ദേശം നശിക്കാതിരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ദേശം നശിക്കാതിരിക്കുവാൻ ദൈവം കാവൽക്കാരെ, പ്രാർത്ഥിക്കുന്നവരെ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുന്നു എന്നാണ് വചനത്തിൽ നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ആകയാൽ നാം ചെയ്യേണ്ടുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് ദൈവമക്കളെ, നാം ചെയ്യേണ്ടുന്നത് പ്രതിഫലം വാങ്ങുവാനായിട്ട് ഉണർന്നിരിക്കണം. കർത്താവ് ചില പ്രതിഫലങ്ങളെ തരുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വാടാത്ത കിരീടം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതൊന്നും എനിക്ക് പറയുവാനുള്ള സമയമില്ല. ആകയാൽ ഞാനത് ചുരുക്കിക്കൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഞാൻ കടന്നു വരികയാണ്. ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രതിഫലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കർത്താവ് നൽകുവാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, കർത്താവ് രാജാതിരാജാവായി വരാൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിങ്ങളെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇപ്പോൾ എന്റെ സ്വർഗീയ പിതാവിന്, എന്റെ അപ്പന് മനസ്സുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയോടിയും? സഹോദര, സഹോദരി, ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ ഈ ലോകത്തിലെ ഡിഗ്രിയോ, അന്തസ്തോ, അഭിമാനമോ, നിങ്ങളുടെ പ്രോപ്പർട്ടീസോ, റെക്കമെൻഡേഷനോ ഒന്നും കർത്താവിന്റെ നാളിനെ മാറ്റിമറിക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ അരുമനാഥന്റെ വരവ് കള്ളൻ രാത്രിയിൽ വരും പോലെ വരുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, കള്ളൻ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കോളിംഗ് ബെൽ അടിച്ചിട്ടല്ല. ഹല്ലേലൂയ. 5ഉം 10ന്റെ പൊരുളെടുത്തിട്ട് പോകാനല്ല. ജീവിക്കുന്ന ദൈവ പൈതലേ, ഏറ്റവും ശ്രേഷ്ഠവും ബലമതിപ്പുള്ള പൊരുളെ കൊണ്ടുപോകുവാനാ കള്ളൻ വരുന്നത്. എന്നാൽ എല്ലാ മനുഷ്യരും ഉറങ്ങിയെന്ന വളരെയധികം കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് കള്ളൻ വരുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. നീ ഈ നാളുകളെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിത്യത നിനക്ക് നഷ്ടമാകും എന്നത് ഞാൻ ഈ സമയം വളരെ വ്യക്തതയോടുകൂടി അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു നാളുണ്ട്.
അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഫലം കൊടുപ്പാൻ കർത്താവ് വരുന്നു. മൂന്നാമതായിട്ട് ദൈവ പൈതലെ, പരീക്ഷകളെ ജയിപ്പാൻ നാം ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകളെ ജയിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അനേക പ്രശ്നങ്ങളുടെ നടുവിലൂടെ നാം കടന്നു പോകുന്നത്. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ജീവിക്കുന്ന ദൈവ പൈതലെ, ചില സമയം ഹല്ലേലൂയ തീച്ചുളയുടെ നടുവിലൂടെ ആയിരിക്കാം നീ കടന്നു പോകേണ്ടി വരുന്നത്. ചില സമയം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നിങ്ങൾ എരിഹോവിന്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് വരാം. ചിലപ്പോൾ മരണ യോർദാൻ നിങ്ങൾക്ക് മുൻപിലുണ്ടെന്ന് കടന്നു വരാം. നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവ പൈതലെ ചെങ്കടലിന്റെ അവസ്ഥയായിരിക്കാം ചിലപ്പോൾ നിനക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ജീവിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും പരീക്ഷയെ ജയിക്കുവാൻ കൊണ്ടും കർത്താവ് സ്വർഗീയ മതിൽ, ആ സ്വർഗീയ സേനയെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നാം പരീക്ഷകളെ ജയിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരായിട്ട് മൂഢന്മാരെ പോലെ ഈ ലോകത്തിൽ നിങ്ങൾ ചുറ്റി കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കരുത്. നമ്മുടെ ഓരോ നിമിഷങ്ങളും അത് വളരെ വിലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ അരുമനാഥൻ ഏത് സമയവും തന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ കർത്താവ് കടന്നുവരും. തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകുവാൻ കർത്താവ് രാജാതിരാജാവായി വരാൻ പോകുന്നു. നിന്റെയും എന്റെയും പാപത്തെ മன்னிക്കുവാനല്ല, നിന്റെയും എന്റെയും ശാപത്തെ വീണ്ടെടുക്കുവാനല്ല. ഹല്ലേലൂയ. നീ കർത്താവ് കടന്നു വരുന്നത് തന്റെ സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ആമേൻ പറയുമോ? ദൈവമക്കളെ, നമുക്ക് ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നു. ആ മശിഹ തമ്പുരാനെ വരവേൽക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം, ഉണരാം പ്രിയപ്പെട്ടവരെ. ആകയാൽ ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഉറങ്ങുന്നവരാകാതെ ഉണർന്നിരിപ്പിൻ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇത്രയും സമയം വചനത്തിന് ആഴത്തിൽ നിന്നുകൊണ്ട് വചനത്തെ ഘോഷിപ്പാൻ കൊണ്ടും കർത്താവടിയെ സഹായിച്ചു. അതിനെനിക്ക് വേണ്ടി നല്ല ഒരു സന്ദർഭത്തെ ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രത്യേകിച്ച് ഹല്ലേലൂയ ബ്രദർ സിബി തോമസിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠദാസന്മാർ, അഡ്മിൻസ് എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും സമയം എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടും ഹൃദയത്തിന്റെ ഭാഷയിലെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുകളെ അടയ്ക്കാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്തിന് മൂലമായി നമ്മെ എല്ലാവരെയും സന്ദർശിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ വൈകിയ വേളയിൽ അപ്പൊ വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങി നല്ല വചനത്തെ വിളമ്പുവാൻ, അനേകരിലേക്ക് എത്തിക്കുവാൻ അടിയനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ദേശം നശിക്കാതിരിപ്പാൻ, ഹല്ലേലൂയ, ദേശത്തെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവ് അന്വേഷിച്ചു, കണ്ടില്ല എന്ന് വചനത്തിൽ വായിക്കുന്നു. കർത്താവേ, ഓരോരുത്തരായി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്രയും സമയം കർത്താവ് വചനം കേൾക്കുവാൻ ദൈവം തന്റെ മക്കളെ ഒരുക്കിയതിനായി സ്തോത്രം. ഇനി വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അടിയനെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്ന രാജാവ്, സകലവിധ നന്മകളാൽ കർത്താവ് നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ ആരംഭരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഇന്ന് സമർപ്പിച്ച് കൊടുക്കാം. ഹല്ലേലൂയ. വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിന്നും എൻ്റെ എല്ലാ അഡ്മിന്മാരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഒരു നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയും ഈ ഗ്രൂപ്പിലായിരിക്കുന്നവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പ്രത്യേക നന്ദിയെ സ്നേഹത്തെയും ഞാൻ അറിയിച്ചും കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രത്യേക നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം വിടുന്നു. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.